ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ആതിരയുടെ റൂമിലേക്ക് എത്തിയ അനഘ ആതിരയെ വെല്ലുവിളിക്കുന്നോണം പറഞ്ഞു, ഇപ്പോ നീ ഈ വീട്ടിലേക്ക് മരുമകളായി വന്നു കയറണമെന്ന നിന്റെയും നിന്റെ ചേച്ചിയുടെയും ആഗ്രഹം നിങ്ങൾ നേടിയെടുത്തു. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു കാലത്തും നിനക്കിവിടെ സന്തോഷത്തോടുകൂടി കഴിയാൻ സാധിക്കുകയില്ല. ഇത് ഈ അനഘയാ പറയുന്നത്. കാരണം ഈ വീട്ടിലേക്ക് ഇവിടുത്തെ മരുമകളായി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. സന്ദീപിന്റെ ഈ റൂം ഉണ്ടല്ലോ, ഈ റൂമിൽ ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും അലയടിക്കേണ്ടിയിരുന്ന ഈ റൂമിൽ ഇനി നിന്റെ കണ്ണീര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും സന്ദീപിനോടൊപ്പം നിനക്ക് ഈ റൂമിൽ കഴിയാൻ സാധിക്കില്ല. ഇവിടെ ഞങ്ങളുടെ സന്തോഷവും പൊട്ടിച്ചിരികളും ഉണ്ടാകേണ്ടിയിരുന്ന ഈ റൂമിൽ ഇനി നിന്റെ കണ്ണുനീർ മാത്രമാണ് ഇവിടെ ഒഴുകാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം നീ ഓർത്തോ, നിന്റെ ചേച്ചിയുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. സന്ദീപിനെ പിരിഞ്ഞ് നീ ജീവിക്കുന്നതിന്റെ സങ്കടം കാരണം നീ കണ്ണീരൊഴിക്കുമ്പോൾ ആ സമയത്ത് നിന്റെ ചേച്ചി നിന്റെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിക്കുന്നതിന് വേണ്ടിയും നിന്റെ സങ്കടം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും നിന്റെ ചേച്ചി നിന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് പിന്നാലെ ഉണ്ടാവും. അങ്ങനെയാണ് ഇനി നിനക്കും നിന്റെ ചേച്ചിക്കും ഞാൻ വിധിച്ചിരിക്കുന്ന ശിക്ഷ. ഇത് കേട്ട ഉടനെ തന്നെ ആതിര പറഞ്ഞു, അനഘേ, ഞാൻ നിന്നോട് പ്രത്യേകിച്ച് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെയും സന്ദീപിന്റെയും വിവാഹം നിശ്ചയിച്ചിട്ട് ആ വിവാഹ ദിവസം പോലും ഞാൻ ഗർഭിണിയാണെന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ വിവാഹം നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചത്. ഞാൻ കാരണം ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്ന് കരുതി എന്റെ വീട്ടുകാരോട് പോലും ഞാൻ സത്യങ്ങൾ മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. അതുപോലും നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് കരുതി തന്നെയാണ്. ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വരാൻ ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ ഇതൊക്കെ സ്വാഭാവികമായി സംഭവിച്ചു പോയതാണ് അനഘേ. ഇനിയെങ്കിലും നിനക്ക് ക്ഷമിച്ചൂടെ? എനിക്കും സന്ദീപിനും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ഒരവസരം തന്നൂടെ? ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചൂടെ എന്ന ആതിരയുടെ ചോദ്യം കേട്ട് അനഘ ചോദിച്ചു, നീ ഇപ്പൊ പറഞ്ഞല്ലോ നിങ്ങളെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കണമെന്ന്. ഈ വീട്ടിൽ ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് നീ മനസ്സിലാക്കിക്കോ. ഇനി ഈ കുടുംബത്ത് ഞാനാണ് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. അതെന്താന്നല്ലേ ഇപ്പൊ നിന്റെ ആശങ്ക? മറ്റൊന്നുമല്ല, ഈ വീട്ടിൽ ഇപ്പോ മകന്റെ താലിക്ക് വേണ്ടി 2 തവണ കഴുത്ത് നീട്ടിയവൾ എന്ന പരിഗണനയും സഹതാപവും ഒക്കെ ഇപ്പോ ഈ വീട്ടിൽ എനിക്കുണ്ട്. എന്നാൽ നീ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നവളാണ്. ആ ഒരു ചിന്താഗതിയിലും ആ ഒരു നോട്ടവും നിന്റെ നേരെ മറ്റുള്ളവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി ഈ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനവും ഉണ്ടാകാൻ ഞാൻ അനുവദിക്കത്തില്ല. നീ ഇപ്പൊ പറഞ്ഞല്ലോ നിങ്ങളോട് ക്ഷമിക്കാൻ. 2 തവണ വിവാഹ വേഷം അണിഞ്ഞു വരാനായി എന്നെ വഞ്ചിച്ച് നിന്റെ കള്ള ഭർത്താവുണ്ടല്ലോ, അവന് ഒരിക്കലും നിന്റെ കൂടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ഇത് നിനക്ക് മാത്രം നൽകുന്ന ശിക്ഷയല്ല, മറിച്ച് എന്നെ വഞ്ചിച്ച നിന്റെ ആ കള്ള ഭർത്താവിന് കൂടി ഉള്ളതാണ്. മനസ്സിലായോ എന്ന് അനഘ ആതിരയോട് പറഞ്ഞു. ഇനി ഈ റൂമിൽ ഈ വീട്ടിൽ നീ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിക്കുക തന്നെ ചെയ്യും. നീ നോക്കിക്കോ, ഇനി നിന്റെ ജീവിതം എത്ര ദയനീയമായിട്ടാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നതെന്ന് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അനഘ പോകുമ്പോൾ ആതിര ആകെ തകർന്ന മനസ്സുമായി സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് അർച്ചന ആതിരയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സന്ദീപിനോട് ഇവിടേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയും എന്താണ് ചെയ്യേണ്ടത് എന്ന് സച്ചിയോട് സംസാരിക്കുന്ന അർച്ചന തന്റെ മനസ്സിലെ ആശങ്കകൾ പറയുമ്പോൾ ഉടനെ തന്നെ അച്ഛനോട് നമുക്ക് സംസാരിക്കാമെന്ന് സച്ചി നിർബന്ധിച്ചു. ആ കാര്യം സച്ചി സാധിക്കുന്നതിന് വേണ്ടി അർച്ചനയും കൂട്ടി സേതുമാധവൻ അരികിലേക്ക് പോകുമ്പോഴാണ് നെല്ലിശ്ശേരിയിൽ വന്ന് ആതിര ആ വീട് വിട്ടിറങ്ങുകയാണെന്നും എന്റെ കഴുത്തിൽ താലി കെട്ടിയ സന്ദീപിന് എന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വരാമെന്നുള്ള ആതിരയുടെ ആ വെല്ലുവിളി കേട്ടുകൊണ്ട് സന്ദീപ് പിന്നാലെ ഇറങ്ങിപ്പോകാൻ തയ്യാറായ ആ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് സേതുമാധവൻ ആലോചിച്ചങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് സച്ചിയും അർച്ചനയും എത്തി. സേതുമാധവന്റെ അരികിലേക്ക് വന്ന് സച്ചി വിളിച്ചു, അച്ഛാ, അച്ഛനോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. സേതുമാധവൻ പോകാനായി തുടങ്ങുമ്പോഴേക്കും സച്ചി അങ്ങനെ പറഞ്ഞത് കേട്ട് സേതുമാധവൻ ചോദിച്ചു, ഇനി എന്താ നിനക്ക് പറയുവാനുള്ളത്? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അച്ഛാ, ശരിക്കും ഇവിടെ നടന്ന സംഭവങ്ങൾക്കൊക്കെ അർച്ചന കുറ്റവാളിയാണെന്നുള്ള ചിന്താഗതിയിൽ ഇവിടെ എല്ലാവരും അർച്ചനയുടെ അകൽച്ച കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ. അയാളുടെ ചെയ്ത തെറ്റിന് അയാളോട് ഇത്രയേറെ ശിക്ഷ കാട്ടേണ്ടതുണ്ടോ അച്ഛാ? അച്ഛൻ കാണിക്കുന്ന ഈ അകൽച്ച അയാളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അയാൾക്ക് വേണ്ടി ഞാൻ അച്ഛനോട് സംസാരിക്കാനായി എത്തിയത് എന്ന് സച്ചി പറയുമ്പോൾ സേതുമാധവൻ പറഞ്ഞു, സച്ചി, നീ ഇപ്പോ
നിന്റെ ഭാര്യ തെറ്റൊന്നും ചെയ്തില്ല എന്ന രീതിയിലല്ലേ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു, അതെ അച്ഛാ, ഇയാള് തെറ്റ് ചെയ്തതായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ഇയാളുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചെന്ന് എനിക്ക് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ശശിയുടെ സേതുമാധവൻ പറഞ്ഞു, അതെ, എന്റെ മക്കൾക്കാർക്കും ഇതൊരു തെറ്റായിട്ട് തോന്നില്ല, അത് സത്യമാണ്. കാരണം തെറ്റ് ചെയ്തിട്ടും അത് തെറ്റാന്ന് മനസ്സിലാക്കാനും അങ്ങനെ ചിന്തിക്കാനും അത് തിരിച്ചറിയാനുമുള്ള ബോധം എന്റെ മക്കൾക്കില്ലല്ലോ എന്ന് ശശിയോട് സേതുമാധവൻ ചോദിച്ചു. നിന്റെ ഭാര്യയുടെ സങ്കടം കണ്ടിട്ട് ചോദിക്കാനായി നീ വന്നില്ലേ? അപ്പോൾ നീ തിരിച്ചറിയണമായിരുന്നു നിന്റെ അനുജൻ ഈ കുടുംബത്തോട് ചെയ്ത തെറ്റെന്താന്ന്. ഇപ്പോ ഈ നിമിഷം ഈ വീട് വിട്ടിറങ്ങി പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നില്ലേ? എന്റെ മൂത്ത മകനും അതുപോലെ തന്നെ ഈ വീടിന്റെ പടിയിറങ്ങി പോയിട്ട് അവനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഒരു തീരാവേദനയായി അവൻ ഇപ്പോഴും എന്റെ മനസ്സിലും ഈ വീട്ടിലുള്ള ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഇനി സന്ദീപിന്റെ കാര്യവും അവന്റെ വിധി ഇനി എന്താന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് എന്ത് കാരണത്താലാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അതാണ് നല്ലത് എന്ന് സേതുമാധവൻ പറയുമ്പോൾ സച്ചിയും അർച്ചനയും ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിന്നു. അവിടുന്ന് സേതുമാധവൻ പോകാൻ തുടങ്ങുമ്പോഴേക്കും അർച്ചന പറഞ്ഞു, അച്ഛാ, ഇവിടെ നടന്ന സംഭവങ്ങൾക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ തെറ്റുകാരിയാണെന്നാണ് അച്ഛൻ പറയുന്നത്. ശരിക്കും ഞാൻ ചെയ്ത ഒരു തെറ്റാണ് അച്ഛൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് എന്റെ കാഴ്ചപ്പാടിൽ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. കാരണം സന്ദീപ് ആതിരയെ ഇഷ്ടമാണെന്നും അവളെ വിവാഹം കഴിച്ച് നൽകണമെന്നും എന്റെ അടുത്ത് വന്ന് ആവശ്യപ്പെട്ടു. അന്ന് ഇക്കാര്യം പലതവണ ഞാൻ അച്ഛനോട് പറയാനായി അച്ഛന്റെ അരികിൽ എത്തിയതായിരുന്നു. അന്നെല്ലാം സന്ദീപിന്റെയും അനഘയുടെയും വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു നടന്നിരുന്ന അച്ഛനോട് എനിക്കത് പറയാൻ കഴിഞ്ഞിരുന്നില്ല. പല ആവർത്തി ഞാൻ അച്ഛന്റെ അരികിലെത്തി. അവസാനം സന്ദീപിന്റെയും ആതിരയുടെയും പരസ്പര സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോ വിവാഹം കഴിച്ചു നൽകിയില്ല എങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അവസാനം എനിക്ക് അവരുടെ വിവാഹം നടത്തി കൊടുക്കേണ്ടി വന്നു. പിന്നീട് സാവകാശത്തിൽ അച്ഛനോട് പറയാമെന്നാണ് ഞാൻ കരുതിയത്. അച്ഛന് എന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതി. ഈ വീട്ടിൽ വന്ന നാൾ മുതൽ അച്ഛൻ എന്നെ അറിയാവുന്നതാണല്ലോ. ഇന്നേ വരെ ഒരാളെയും ഞാൻ മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ടില്ല. അന്നു മുതൽ അച്ഛൻ എനിക്ക് തന്ന വാത്സല്യവും സ്നേഹവും എന്റെ അച്ഛനെ പോലെ തന്നെ ഞാൻ അച്ഛനെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അച്ഛൻ എനിക്ക് തന്ന വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും ആഴവും അളവും കൂടിയത് കൊണ്ടായിരിക്കും അച്ഛനോട് ഞാൻ ഈ ഒരു തെറ്റ് ചെയ്തപ്പോ അച്ഛൻ ഇത്രത്തോളം എന്നെ അകറ്റി നിർത്താൻ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. എങ്കിലും അച്ഛനോട് ഞാൻ ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലാക്കിയും ഞാൻ ചെയ്ത തെറ്റ് സമ്മതിച്ചുകൊണ്ടും അച്ഛനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അത് മറ്റൊന്നുമല്ല ചാ, എന്നോട് ഇപ്പോ അച്ഛൻ കാണിക്കുന്ന ഈ അകൽച്ചയിൽ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് സച്ചിയേട്ടൻ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷെ അച്ഛൻ ഇപ്പോൾ ഈ കാണിക്കുന്ന അകൽച്ച ഇതുപോലെ തന്നെ നിലനിർത്തിക്കോ. അച്ഛൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ അച്ഛൻ വളർത്തി വലുതാക്കിയ അച്ഛന്റെ മകന്റെ വിവാഹകാര്യം അച്ഛനോട് പോലും സംസാരിക്കാൻ കൂട്ടാക്കാതെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്തെന്നല്ലേ അച്ഛൻ പറഞ്ഞത്. അതും ഞാൻ സമ്മതിച്ചു തരുന്നു. പക്ഷെ അച്ഛൻ ഒരു കാര്യം എനിക്ക് വാക്ക് തരുമോ? ഒരു കാര്യം അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്യുമോ? ഞാൻ ചെയ്ത തെറ്റ് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ ഈ വീട്ടിലല്ലായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും വീട്ടിലായിരുന്നുവെങ്കിൽ ഞാൻ പിന്നെ ഈ വീട്ടിൽ കാണില്ലായിരുന്നുവെന്നും മറ്റാരുടെയെങ്കിലും വീട്ടിലാണത് സംഭവിച്ചതെങ്കിൽ അതൊരിക്കലും അങ്ങനെ ഉണ്ടാവുമായിരുന്നില്ല എന്നും സച്ചിയേട്ടനോട് അച്ഛൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം അച്ഛനോട് ഞാൻ ആവശ്യപ്പെട്ടത്, അച്ഛൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. സന്ദീപിനെയും ആതിരയും ദയവ് ചെയ്ത് അച്ഛൻ പിരിക്കരുത്. സന്ദീപിനെ തിരികെ വിളിക്കാൻ അച്ഛൻ തയ്യാറാകണം. അവര് ഒത്തിരി ആഗ്രഹിച്ച അവരൊത്തിരി സ്വപ്നം കണ്ട അവരുടെ ജീവിതം ജീവിക്കാൻ അവരെ അച്ഛൻ അനുവദിക്കണം. അച്ഛൻ പറഞ്ഞതുപോലെ ഈ വീടിന്റെ പടി ഇറങ്ങി പോകാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് വേണ്ടി ഈ വീട് വിട്ടിറങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ദേവിയുടെ അച്ഛൻ അവരെ അകറ്റരുത്, ഇതെന്റെ ഒരു അപേക്ഷയാണ് അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന്റെ കാല് പിടിക്കാൻ ഞാൻ എന്നെല്ലാം അർച്ചന സന്ദീപിന്റെയും ആതിരയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുവാനായി സേതുമാധവനോട് ആവശ്യപ്പെട്ടു. സേതുമാധവൻ അതിന് അനുകൂലമായ ഒരു മറുപടി പറയാതെ ശശിയോട് പറഞ്ഞു, ശശി, എനിക്ക് മരുന്ന് കഴിക്കാൻ സമയമായി. നീ അവന്തികയോ അനഘയോ ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം. അതേടത്തും ശശി പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ അർച്ചനെ പിടിച്ചു നിർത്തി, ശശിയേട്ടാ വേണ്ട, അച്ഛന്റെ മരുന്ന് ഞാൻ എടുത്തു കൊടുത്തോളാം എന്ന് പറഞ്ഞ ഉടനെ അർച്ചന മരുന്നെടുക്കാനായി പോകാൻ തുടങ്ങുമ്പോൾ സേതുമാധവൻ പറഞ്ഞു, വേണ്ട, എനിക്ക് വേറെ ആരും എടുത്തു തരണ്ട.
എന്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്കുണ്ടായ അനുഭവങ്ങൾ വെച്ച് ആരെയും എനിക്കിപ്പോ വിശ്വാസമില്ല. ഏതു നിമിഷം വേണമെങ്കിലും ഒരവസരം കിട്ടിയാൽ പിന്നിൽ നിന്ന് കുത്താൻ മടിയില്ലാത്തവരാണ് എന്റെ ചുറ്റും. അതുകൊണ്ട് തന്നെ എന്റെ കാര്യത്തിൽ ഇനി ദയവ് ചെയ്ത് ഇടപെടരുത്. എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് സേതുമാധവൻ സച്ചിയോടും അർച്ചനയോടും അറിയിച്ചു. എനിക്ക് മരുന്ന് കഴിക്കണം എന്ന് സേതുമാധവൻ പറയുമ്പോൾ അർച്ചന ആകെ വിഷമത്തോടെ അവിടെ നിന്നു. ഉടനെ സേതുമാധവൻ അത് പറഞ്ഞ് നേരെ റൂമിലേക്ക് പോകുമ്പോൾ അർച്ചന അവിടെ നിന്ന് പൊട്ടിക്കരയുന്നത് സച്ചി അർച്ചനയെ ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് മുകളിൽ നിന്ന് സ്റ്റെയർ ഇറങ്ങി അവന്തിക താഴേക്ക് എത്തിയത്. അർച്ചനയും സച്ചിയും ആകെ വിഷമത്തോടെ അകത്തേക്ക് കയറി പോകുന്നത് കണ്ട് ഉടനെ അവന്തിക ചോദിച്ചു, അല്ല സച്ചി, എന്താ അച്ഛനും മോനും തമ്മിൽ ഒരു സംസാരം ഉണ്ടായത്, എന്തു പറ്റി എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു, ഏയ് ഒന്നുമില്ല ഏട്ടത്തി. പിന്നെ ഏട്ടത്തിയെ അച്ഛൻ അന്വേഷിച്ചിരുന്നോ എന്ന് പറഞ്ഞതും അവന്തിക ചോദിച്ചു, എന്തിനാ എന്നെ അച്ഛൻ അന്വേഷിച്ചത്? ഉടനെ സച്ചി പറഞ്ഞു, അത് അച്ഛന് മെഡിസിൻ എടുത്ത് കൊടുക്കാനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ അവന്തിക അർച്ചനയെ നോക്കി, അല്ല അച്ഛന് മെഡിസിൻ എടുത്ത് കൊടുക്കാനാണെങ്കിൽ ഞാനേ പോയി വരാം എന്ന് പറഞ്ഞ് അവന്തിക വേഗം റൂമിലേക്ക് കയറുന്നു. സാധാരണ അർച്ചനയല്ലേ എടുത്ത് കൊടുക്കാറുള്ളത് എന്ന രീതിയിൽ അവന്തിക അർച്ചനയൊന്ന് നോക്കിയതിനു ശേഷം വേഗം അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് സച്ചി അർച്ചനയോട് പറഞ്ഞു, എടോ, താൻ ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോ അച്ഛന്റെ ഈ ഒരു പെരുമാറ്റം തന്നെ വേദനിപ്പിക്കുന്നത് കണ്ടപ്പോഴാണ് തന്നെ ഞാൻ വിളിച്ചുകൊണ്ട് അച്ഛന്റെ അരികിലേക്ക് പോകാൻ ഞാൻ നിർബന്ധിച്ചത്. എന്തായാലും അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോ എനിക്ക് മനസ്സിലായി. താൻ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. തൽക്കാലം ഒരു കാര്യം താൻ ചെയ്താൽ മതി. കുറച്ചു നാളത്തേക്ക് അച്ഛന്റെ കാര്യത്തിലൊന്നും തൽക്കാലം താൻ ഇടപെടണ്ട. അതാണ് നല്ലത് എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, എനിക്ക് സങ്കടമൊന്നും ഇല്ല സച്ചിയേട്ടാ. സച്ചിയേട്ടൻ റൂമിലേക്ക് പോയിക്കോ, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയെ പറഞ്ഞയച്ചു. അതിനുശേഷം അർച്ചന കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും സേതുമാധവന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന അവന്തിക അർച്ചന മോളെ എന്ന് വിളിച്ചു. പെട്ടെന്ന് അവന്തികയുടെ വിളിയേട്ട് അർച്ചന പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സേതുമാധവന്റെ റൂമിന്റെ ഡോർ അടച്ചിട്ട് അർച്ചനയുടെ അരികിലേക്ക് എത്തിയ അവന്തിക പറഞ്ഞു, അതെ, അച്ഛനെന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയാവോ? ഇനി ഈ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടതും നടപ്പിലാക്കുന്നതും അവന്തികയാണ്. അത് ഞാൻ പറഞ്ഞതല്ല, അച്ഛനിപ്പോ എന്നെ വിളിപ്പിച്ചത് അക്കാര്യം കൂടി പറയാനായിരുന്നു. അല്ല, ഈ സമയത്ത് പറ്റിയ ഒരു വരികളുണ്ടല്ലോ, ഏതാ അത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് അവന്തിക പറഞ്ഞു, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാൻ എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? അതാണ് എനിക്കിപ്പോ പറയാൻ തോന്നുന്നത്. എന്തായാലും ഇനിയും നിന്റെ ആ പഴയ പ്രതാപവും പദവിയൊന്നും ഇവിടെ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ഈ വീട്ടിൽ എന്ത് നടക്കണമെങ്കിലും ഈ അവന്തിക തീരുമാനിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ച് ഈ വീടിന്റെ ഏതെങ്കിലും മൂലയിൽ നീ ഒതുങ്ങി കുടിക്കണം. അതാ നിനക്ക് നല്ലത്. അല്ലാതെ പഴയതുപോലെ എങ്ങാനും നീ എന്റെ ഒപ്പം എത്താനായി ശ്രമിച്ചാലുണ്ടല്ലോ, എന്റെ ഒപ്പം എത്താൻ നീ ശ്രമിച്ചതാണല്ലോ ഇപ്പൊ ഇങ്ങനെയായത്. ഇനിയും നീ ആ രീതിയിൽ എന്തെങ്കിലും ശ്രമം നടത്തിയാൽ മുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ഇടിക്കുന്നില്ല ഞാൻ, മനസ്സിലായോ എന്ന് അവന്തിക ചോദിക്കുന്നത് കേട്ട് അർച്ചന പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഈ വീട്ടിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം അച്ഛൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്നെ ഭരിക്കാനോ എന്നെ നേർവഴിക്ക് നടത്താനോ ഉള്ള അധികാരം അവകാശമൊന്നും നിങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. അതിനുള്ള അവകാശവും അധികാരവും ഉള്ള ഒരാൾ എനിക്കുണ്ട്. എന്റെ കത്തി താലി കെട്ടിയ എന്റെ ഭർത്താവ്, എന്റെ സച്ചിയേട്ടൻ. ആ സച്ചിയേട്ടൻ എന്നെ നേർവഴി നടത്തിക്കോളും. പിന്നെ അർച്ചന ഇപ്പോ ഒന്ന് താന്നു പോയെങ്കിലും ആ പഴയ അധികാരവും പദവിയും ഒക്കെ ഈ അർച്ചന താമസിയാതെ തന്നെ വീണ്ടെടുത്തിരിക്കും. അത് നിങ്ങൾ ഓർത്തു വെച്ചോ. അതുകൊണ്ട് വലിയ പദവിയും അധികാരമൊക്കെ കാണിച്ചുകൊണ്ട് എന്റെ നേരെ വന്നാലുണ്ടല്ലോ, ഇപ്പൊ പറഞ്ഞതുപോലെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിലിരിക്കുന്നത് ഈ ഞാനായിരിക്കും, ഓർമ്മ വെച്ചോ എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുമ്പോ അർച്ചനയുടെ വാക്കുകൾ കേട്ട് അവന്തിക അല്പനേരത്തേക്ക് സംശയത്തോടെ നിന്നു. ഈ സമയത്ത് വൃന്ദാവനത്തിൽ ദയാനന്ദ മാഷും കമലയെടുത്തിയും ആകെ നിരാശയിലായിരുന്നു. ആതിരയ്ക്ക് ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആകെ സങ്കടത്തോടെ അവിടെ ഇരിക്കുമ്പോൾ അവിടേക്ക് മീര എത്തി. എന്നിട്ട് പറഞ്ഞു, എന്റെ അച്ഛാ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മാറിയിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും ആതിര അവിടെ ചെന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അവസാനം അവൾക്ക് ആ വീടിന്റെ മരുമകളായി കയറാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ കമലയെടുത്തി പറഞ്ഞു, എങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളാ അവൾക്ക് അവിടെ ഉണ്ടായത്? ആരോരുമില്ലാത്തൊരുവളെ പോലെ അവൾക്കൊക്കെ ചെയ്യേണ്ടി വന്നില്ലേ? സന്ദീപും ആതിരയും ചെയ്തത് തെറ്റാണ്. അതിന് കൂട്ടുനിന്നതും അച്ചുവും.
അതുകൊണ്ട് എന്റെ മക്കൾക്ക് ഇനി ആ വീട്ടിൽ എന്തെങ്കിലും സമാധാനം ഉണ്ടാകുമോ എന്ന് കമലേടത്തി സങ്കടത്തോടെ പറഞ്ഞു. കമലേടത്തി കരയുന്നത് കണ്ട് മീര പറഞ്ഞു, അമ്മ ഇങ്ങനെ വിഷമിക്കാതെ, ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാതെ അവളെ വിളിച്ച് ഒന്ന് സംസാരിക്കേ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് കമലേടത്തിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടു. വേഗം മീര റൂമിലേക്ക് വന്ന് നോക്കിയതും ദേ അമ്മേ ആതിരയെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ കമലേടത്തി വളരെ സന്തോഷത്തോടെ അരികിലേക്ക് ഓടിയെത്തി. വേഗം മീര കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ ആതിരെ എന്ന് വിളിച്ചപ്പോഴേക്കും ഫോൺ ഇങ്ങതാടി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം കമലേടത്തി ഫോണും വാങ്ങിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് എത്തി. അവിടെ വന്ന് വേഗം കമലേടത്തി ചോദിച്ചു, മോളെ ആതിരെ എന്താടി നിനക്ക് അവിടെ വിശേഷം എന്ന് ചോദിച്ചപ്പോ അമ്മേ ഞാൻ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലമ്മേ എന്ന് ആതിര പറയുമ്പോ ഉടനെ കമലേടത്തി പറഞ്ഞു, സാരയില്ല മോളെ, ഇനി എന്റെ മോള് കാരണം അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, പ്രത്യേകിച്ച് അച്ചുവിന് പോലും ഒരു കുഴപ്പവും നീ ആയിട്ട് ഉണ്ടാക്കരുത്. അവിടെ എല്ലാവരോടും നിന്നോട് അവിടെയുള്ള എല്ലാവർക്കും ഇപ്പോ ദേഷ്യവും അകൽച്ചയൊക്കെ ആണെന്ന് അമ്മയ്ക്കറിയാം, എങ്കിലും നീ കാരണം ഒരു പ്രശ്നവും അവിടെ ഉണ്ടാക്കരുത് കേട്ടോ എന്ന് കമലേടത്തി ആതിര ഉപദേശിച്ചു. അത് കേട്ടതും ആതിര പറഞ്ഞു, ഇല്ലമ്മേ ഞാനൊരു പ്രശ്നത്തിനും പോകുന്നില്ല, പിന്നെ മോളെ അത് പിന്നെ എന്ന് പറഞ്ഞ് കമലേടത്തി വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആ ഫോൺ വന്ന് അനൂപ പിടിച്ചു വാങ്ങിച്ചു. ആഹാ, ഇനിയാണോ അമ്മ മോൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നത്? നമ്മളെല്ലാവരും മാറി മാറി അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞല്ലേ ഇതിനുള്ള പരിഹാരം. പക്ഷെ അവൾ അതൊന്നും അനുസരിക്കാനും കേൾക്കാനും തയ്യാറായില്ല. ഇനി അവൾക്ക് ഈ വീടുമായിട്ടൊരു ബന്ധവും വേണ്ട, അർത്ഥ മാറ്റിയ ബന്ധം അതുപോലെ തന്നെ ഇരുന്നോട്ടെ, നമ്മളെ വേണ്ടെന്ന് പറഞ്ഞു പോയത് അതുപോലെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് അനൂപ് ആതിരയുടെ ഫോൺ കോൾ കട്ട് ചെയ്യുമ്പോൾ അനൂപിന്റെ ദേഷ്യം കേട്ടുകൊണ്ട് വിഷമത്തോടെ ആതിരയും നിൽക്കുന്നു.